ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തിന്റെ ഭരണഘടനയിലും ജനാധിപത്യ വ്യവസ്ഥയിലും വിശ്വാസമർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി. അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗം തയ്യാറാക്കുന്ന കാർത്തുമ്പി കുടകൾ സംരംഭകത്വത്തിന്റെ മികച്ച മാതൃകയെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. 2020 ലോകകപ്പ് കിരീട നേട്ടവുമായി ഇന്ത്യ. വിജയത്തിന് പിന്നാലെ T20 മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. സംസ്ഥാനത്ത് മഴ തുടരും. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിലും അചഞ്ചലമായ വിശ്വാസമർപ്പിക്കുന്ന ജനങ്ങൾക്ക് നന്ദി പറയുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 111ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പായിരുന്നു രാജ്യത്ത് നടന്നതെന്നും ഇതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗം തയ്യാറാക്കുന്ന കാർത്തുമ്പി കുടകളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം സംരംഭകത്വത്തിന്റെ മികച്ച മാതൃകയാണ് അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക മാത്രമല്ല, പാരമ്പര്യവും സംസ്കാരവും ലോകത്തെ പരിചയപ്പെടുത്തുകയുമാണ് ഇവരെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. मैं जिस छाते की बात कर रहा हूं वो है कार्थुम्बी छाते और इन्हें तैयार किया जाता है केरला के अट्टापड़ी में। और खासियत ये कि इन छातों को केरला की हमारी आदिवासी बहनें तैयार करती हैं। महिलाओं के नेतृत्व में अट्टापड़ी के आदिवासी समुदाय ने एंटरप्रेन्योरशिप की अद्भुत मिसाल पेश की है। इनका मकसद सिर्फ अपने छाते और अन्य उत्पाद बेचना ही नहीं, बल्कि ये अपनी परंपरा, अपनी संस्कृति से भी दुनिया को परिचित करा रहे हैं. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുന്ന കാർത്തുമ്പി കുട വോക്കൽ ഫോർ ലോക്കലിന് മികച്ച ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആകാശവാണി സംസ്കൃത വാർത്തകൾ പ്രക്ഷേപണം ചെയ്തതിന്റെ 50 വർഷം തികയുന്ന ഇന്ന് ആകാശവാണി കുടുംബത്തെ അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പുരാതന ഭാരതീയ വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും പുരോഗതിയിൽ സംസ്കൃതത്തിന് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബാംഗ്ലൂരുവിൽ കബ്ബൺ പാർക്കിൽ സംസ്കൃത ഭാഷയുടെ പ്രചാരണത്തിനായി ആരംഭിച്ച സംസ്കൃത വാരാന്ത്യം പരമ്പരയെക്കുറിച്ച് ശ്രീ മോദി പരിപാടിയിൽ പരാമർശിച്ചു. ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം പദ്ധതിയുടെ പുരോഗതിയിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. അമ്മമാരോടുള്ള ബഹുമാനാർത്ഥം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഭൂമിയെ ഒരു അമ്മയെപ്പോലെ പരിപാലിക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തനത് ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ വനവിസ്തൃതിയിൽ കഴിഞ്ഞ ദശകത്തിൽ അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏക് പേഡ് മാ കെ നാം പ്രചാരണം ഊർജിതമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ ശക്തികളെ നേരിട്ട ധീരയോദ്ധാവ് സിദ്ധോ കാൻഹുവുമായി ബന്ധപ്പെട്ട ഹൂൾ ദിവസിന്റെ ചരിത്രം പ്രധാനമന്ത്രി വിവരിച്ചു. കുവൈറ്റ് ദേശീയ റേഡിയോയിൽ ഹിന്ദി ഭാഷയിൽ ആരംഭിച്ച പരിപാടി ഭാരതീയ സംസ്കാരത്തിന്റെ വിവിധ ഭാവങ്ങൾ ഉൾപ്പെടുത്തിയുള്ളതാണെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഭാരതീയ സമൂഹത്തിനിടയിൽ ഏറെ ജനപ്രിയമായ സംരംഭം സ്വീകരിച്ചതിന് കുവൈറ്റ് സർക്കാരിനും ജനങ്ങൾക്കും നന്ദി പറയുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തുർക്ക്മെനിസ്ഥാനിൽ അനാച്ഛാദനം ചെയ്ത ലോകപ്രശസ്തരായ 24 കവികളുടെ പ്രതിമകളിലൊന്ന് ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റേതാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇത് രാജ്യത്തിനും രവീന്ദ്രനാഥ ടാഗോറിന് ലഭിച്ച ബഹുമതിയാണ്. 10ാമത് യോഗ ദിനം ലോകം മുഴുവൻ വളരെ ആവേശത്തോടെ ആഘോഷിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ അരക്കുകാപ്പി, ജമ്മുകാശ്മീരിലെ സ്നോ പീസ് തുടങ്ങിയ പ്രാദേശിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. അത്തരം ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ മൈ പ്രോഡക്ട്സ് മൈ പ്രൈഡ് എന്ന ഹാഷ്ടാഗിൽ പങ്കിടണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് വരാൻ പോകുന്ന എല്ലാ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തു നിന്നും പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആശംസകൾ നേർന്നു. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഭാരതീയ ടീമുമായി ഉടൻ നേരിട്ട് സംവദിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു.
मैं भारतीय दल को ओलंपिक खेलों की बहुत बहुत शुभकामनाएं देता हूं। अब पूरा देश ये उम्मीद कर रहा है कि हमारे खिलाड़ी ओलंपिक्स में भी बेहतरीन प्रदर्शन करेंगे। इन खेलों में मेडल्स भी जीतेंगे और देशवासियों का दिल भी जीतेंगे। मैं आपकी तरफ से उनका उत्साहवर्धन करूंगा। और हाँ, इस बार हमारा हैशटैग चीयर फॉर भारत है। इस हैशटैग के जरिए हमें अपने खिलाड़ियों को चीयर करना है। ചിയർ ഫോർ ഭാരത് എന്ന ഹാഷ്ടാഗിലൂടെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന നമ്മുടെ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് നിലവിൽ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ശീതകാല സമ്മേളനത്തിലാണ് പാർലമെന്റ് ഇതു സംബന്ധിച്ച ബില്ലുകൾ പാസാക്കിയത്. രാജ്യത്തെ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി വിലയിരുത്തപ്പെടുന്ന പുതിയ നിയമങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന് മുൻഗണന നൽകുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 2020 ലോകകപ്പ് കിരീടം നേടി ഇന്ത്യ. ഇന്നലെ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ രണ്ടാം T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത്. 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യയുടെ T20 കിരീട നേട്ടം. ഇന്ത്യ ഉയർത്തിയ 177 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. വിരാട് കോഹ്ലി, അക്ഷർ പട്ടേൽ, ശിവം ദുബെ എന്നിവരുടെ ബാറ്റിംഗ് മികവും ബോളിംഗ് നിരയുടെ മികച്ച പ്രകടനവുമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. T20 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ അഭിനന്ദിച്ചു. മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ ടീമിന്റെ വിജയം ഏറെ അഭിമാനം പകരുന്നതാണെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ അതിശയകരമായ പ്രകടനം അവരുടെ അർപ്പണബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കിരീടനേട്ടം ഇന്ത്യയ്ക്കാകെ അഭിമാനമാണെന്നും ഓരോ ഇന്ത്യക്കാരനും ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മത്സരത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവച്ച ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനം അറിയിച്ച ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ദ്രാവിഡിന്റെ പരിശീലന മികവിനെയും പ്രശംസിച്ചു. ഇന്ത്യയുടെ രണ്ടാം 2020 ലോകകപ്പ് കിരീട നേട്ടത്തിന് ശേഷം T20 മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. കോഹ്ലി വിജയത്തിന് തൊട്ടു പിന്നാലെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മത്സരത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയുമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. കൊച്ചി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ഇന്ന് രാവിലെ മുതൽ കനത്ത മഴ അനുഭവപ്പെട്ടു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് താലൂക്ക് അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന വികേന്ദ്രീകരണ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നാളെ നിർവഹിക്കും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ പങ്കെടുക്കും. പുതിയ സംവിധാനത്തിലൂടെ 27 RDO അല്ലെങ്കിൽ സബ് കളക്ടർമാർ കൈകാര്യം ചെയ്തിരുന്ന തരംമാറ്റ അപേക്ഷകൾ ഇനി മുതൽ 71 അധികാര സ്ഥാനങ്ങളാവും കൈകാര്യം ചെയ്യുക. പക്ഷിപ്പനി പടർന്നു പിടിച്ച ആലപ്പുഴയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ചയോടെ പൂർത്തിയാകും. ചേന്നം, പള്ളിപ്പുറം, കടക്കരപ്പള്ളി, പട്ടണക്കാട്, തണ്ണീർമുക്കം, കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിൽ ഇനിയും പക്ഷികളെ കൊന്നൊടുക്കാനുണ്ട്. പക്ഷിപ്പനി ഏറ്റവും നാശം വിതച്ചത് ചേർത്തല താലൂക്കിലാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കിയ ശേഷമേ കോഴി വളർത്തൽ അനുവദിക്കൂ എന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് നാദാപുരത്ത് അതിഥി തൊഴിലാളിക്ക് മലേറിയ രോഗം സ്ഥിരീകരിച്ചു. പനിയെ തുടർന്ന് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തിന്റെ ഭരണഘടനയിലും ജനാധിപത്യ വ്യവസ്ഥയിലും വിശ്വാസമർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി. അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗം തയ്യാറാക്കുന്ന കാർത്തുമ്പി കുടകൾ സംരംഭകത്വത്തിന്റെ മികച്ച മാതൃകയെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. 2020 ലോകകപ്പ് കിരീട നേട്ടവുമായി ഇന്ത്യ. വിജയത്തിന് പിന്നാലെ T20 മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. സംസ്ഥാനത്ത് മഴ തുടരും. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.